ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. എൻ്റെ പേര് തന്നെ ഞാൻ അത്ര വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് എന്തോ വീഡിയോയിലാണ്, അപ്പം അത് കോളൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിന്ന് തുടങ്ങാം. എൻ്റെ പേരെന്ന് പറയുന്നത് ഉത്തര ജയപാലനാണ്. സ്വദേശം പാലക്കാടാണ്. ഇപ്പോൾ താമസം എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ മാത്രമാണ് നോക്കുന്നത്. അതും ധാരാളം പേർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറയുകയാണ്. ചെന്നൈയിലാണെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളവർ മാത്രം വേണ്ടവർ 9962291076 ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജാതക പൊരുത്തമാണ്. അല്പം കാഠിന്യമായിട്ടുള്ളൊരു വിഷയമാണ്, ഹാർഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് കരുതിയാണ് നമ്മൾ ഒരു 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം എനിക്ക് ഈ വിഷയം എടുക്കുമ്പോൾ ഓർമ്മ വരുന്നത് യശശരീരനായ എൻ്റെ മാനസഗുരു ഡോക്ടർ ഗോപാലകൃഷ്ണ സാറെ തന്നെയാണ്. അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷങ്ങൾക്കൊക്കെ മുൻപ് തന്നെ അദ്ദേഹം പറയുമായിരുന്നു, വളരെ വിഷമം തോന്നുന്നുണ്ട്, ജ്യോതിഷം എന്നുള്ള ഒരു ശാസ്ത്രം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാവാത്തത് കൊണ്ടാവാം ധാരാളം നല്ല നല്ല കുട്ടികൾ ഈ രാഹുദോഷം കുജദോഷം എന്നൊക്കെ കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ ജാതകം എന്ന് പറയുന്നത് പാപജാതകമാണെന്ന് കരുതി വിവാഹം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ വളരെ ദയനീയമായിട്ട് തോന്നാറുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഒരു അവയർനെസ്, എൻ്റെ ഒരു ചെറിയ അറിവിൽ അത് എല്ലാവരിലും വളരെ ലളിതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കണത് എന്നുള്ളത് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാതെ മുന്നേറാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഒരു ജാതക പൊരുത്തം എന്ന് പറയുന്നത് ഒരു അസ്ട്രോളജറുടെ കയ്യിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം. ഒരു വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്, ഭഗവാൻ കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ എന്തുകൊണ്ടാണത് പാസ്റ്റ് ഡെപ്റ്റ് തന്നെയാണ് എന്നുള്ളത്. വിവാഹം മോശമായിട്ടുള്ള അനുഭവങ്ങൾ വരിക എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാണ്. അപ്പം അത് അസ്ട്രോളജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ളതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും വളരെ വ്യക്തമായിട്ട് നമ്മളത് പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ, അത് ആ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോഴും നമുക്ക് അസ്ട്രോളജി എന്തിനു സഹായിക്കും എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് വരാൻ പോകുന്ന മോശമായിട്ടുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ ഈ ജാതകത്തിൽ വിവാഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൊരു അവയർനെസ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ശാസ്ത്രം ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം വിതച്ചതേ കൊയ്യൂ എന്ന് പറയൂല്ലേ, എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരേണ്ട ഒരു കാര്യം അതാണ്. നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവയോഗ്യമാവും എന്നുള്ളത് തീർച്ചയാണ്. അത് പ്രപഞ്ചം അനുവദിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നല്ല ധാർമ്മികമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നത്. പാസ്റ്റ് ഈസ് പാസ്റ്റ് ആണ്, അത് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. എങ്കിലും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു മാറ്റത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഈ പൂജാ പരിഹാരങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയെ മാറ്റാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ സനാതന ധർമ്മം അനുശാസിക്കുന്ന കുറച്ച് പോയിന്റ്സുകളുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് എന്നുള്ളത്. ആദ്യം പറയണമെങ്കിൽ വിദ്യ, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കണം. രണ്ടെന്ന് പറയുന്നത് വിത്തമാണ്, അർത്ഥം അല്ലേ, സമ്പത്ത്. ഇപ്പം നല്ലൊരു ധനവാനാണെങ്കിൽ വളരെ ദരിദ്രയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യ എന്ന് പറയുന്നതും വിത്തം എന്ന് പറയുന്നതൊക്കെ ഒരു ഈക്വലൻ്റ് ആവണതാണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ കുലം എന്ന് പറയുമ്പോൾ, എന്ന് പറയുമ്പോൾ മനുഷ്യകുലം എന്നുള്ളൊരു കോമൺ ഫാക്ടറിലേക്ക് പെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇപ്പം എല്ലാവർക്കും വിദേശം പഠിക്കാൻ പോകണം അല്ലേ, എന്നിട്ട് അവിടെ നിന്നൊരു പാർട്ണറെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുലത്തിന് അവിടെ പ്രാധാന്യം ഇപ്പോൾ മനുഷ്യകുലം എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഇതിനേക്ക് ഉൾപ്പെടുത്താന്ന് മാത്രമേ ഇന്ന് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ മനം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതും എങ്ങനെ ഉണ്ടാവണം?
ഒരേ ചിന്താഗതിയിലുള്ളവരാണെങ്കിലാണ് അത് ഒത്തൊരുമിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുക. ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തീർത്തും അതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾക്ക് അതിൽ തീർത്തും താല്പര്യമില്ലാത്ത ഒരു നിരീശ്വരവാദിയായിട്ട് മുന്നോട്ട് പോണ ഒരാളുമായിട്ടൊക്കെ ബന്ധം വരുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് ജീവിതത്തിലുടനീളം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ മനം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രായം എന്നുള്ളത്, അത് കഴിഞ്ഞാൽ രൂപം, അതുപോലെ നല്ലൊരു തടിച്ച ശരീരമുള്ള ഒരാൾക്ക് എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞ ഒരാളെ മാച്ച് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അതുപോലെ തിരിച്ചും അല്ലെ, അതുപോലെ വെളുപ്പ് കറുപ്പ് എന്നുള്ള ആ നിറത്തിലുമൊക്കെ ആ രൂപത്തിൽ തന്നെ അതിലും ഒരു മാച്ചിങ് ഉണ്ടാവുമ്പോഴാണ് അവരുടെ ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ശീലം എന്ന് പറയുന്നത്, അവരുടെ ഹാബിറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട, ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ആരോഗ്യം എന്നുള്ളതാണ്. അപ്പൊ ആരോഗ്യം നമുക്ക് അസ്ട്രോളജി വെച്ചിട്ട് നമുക്ക് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ച് നമുക്ക് ആരോഗ്യത്തിന്റെ സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആരോഗ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ സാറ് ഡോക്ടർ ഗോപാലകൃഷ്ണ സാറ് പറയുമായിരുന്നു, ഇതുപോലെ നമുക്ക് ജാതകം നോക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നല്ലൊരു അസ്ട്രോളജറെ സമീപിച്ചുകൊണ്ട് രണ്ടുപേരുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ്, 12 ഭാവങ്ങളും എങ്ങനെയുണ്ട് എന്നുള്ള കംപ്ലീറ്റ് അനാലിസിസ് കൊടുത്ത് അത് ഫുള്ളായിട്ട് എഴുതിയതിനു ശേഷം 2 വീടുകളിലേക്കും മാറ്റാം. അപ്പൊ ആൺകുട്ടിയുടെ സ്വഭാവം, അവരുടെ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും 12 ഭാവങ്ങളും 9 ഗ്രഹങ്ങളും എന്താണോ പറയണത് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്പോസിറ്റ് ആൾക്ക് കൊടുക്കുക. അപ്പൊ ബോയ് ആണെങ്കിൽ ഗേളിന് കൊടുക്കുക, പെൺകുട്ടിയുടെ വീട്ടിലാണെങ്കിൽ അവരാണ് ഇതൊക്കെ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ അതിന്റെ പകർപ്പ് എന്ന് പറയുന്നത് ആൺകുട്ടിയുടെ വീട്ടിലേക്കും കൊടുക്കുക. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേരുമോ എന്ന് നോക്കുക അല്ലെ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ധർമ്മം അനുശാസിച്ചിട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളിലൂടെയും അവർ മാച്ച് ആവേണ്ടതെന്ന് 2 കൂട്ടർക്കും തോന്നുമ്പോൾ അത് വിവാഹത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ അല്ലാതെ വെറുതെ ഈ 10 പൊരുത്തം എന്നുള്ളതിലൊക്കെ മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുജദോഷം മാത്രം കൊണ്ട്, രാഹുകേതു ദോഷം മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാഹം നീട്ടുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ദീർഘവീക്ഷണം അത്തരം ഒരു ഗുരുതുല്യ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഇനിയും എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് അപ്ലിക്കബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് നമ്മൾ പറഞ്ഞു ചൊവ്വാദോഷം. എന്താണ് ചൊവ്വാദോഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ മെയിൻ ആയിട്ട് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിവാഹത്തിലെ എല്ലാ 12 ഭാവങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അതിൽ 1, 2, 7, 8 ഭാവങ്ങൾക്ക് ശുഭത്വം ഉണ്ടാവുമ്പോൾ, ഭാവബന്ധം ഇല്ലാതിരിക്കുകയാണെങ്കിൽ വിവാഹത്തിൽ കോംപ്ലിക്കേഷൻസ് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് സമാധാനമാണ്. ഈ 1, 2, 7 ഭാവങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാതെ നിലനിൽക്കണം. ഒന്നും ഒരു ഗ്രഹത്തിന്റെയും പൊസിഷൻ അവിടെ ഇല്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല. പക്ഷെ പാപബന്ധം വരുമ്പോഴാണ് ഈ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളിൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഫേസ് ചെയ്യണത്. അപ്പൊ ഈ 1, 2, 7, 8 എന്തുകൊണ്ടാണ് ഈ നമ്പർ പ്രാധാന്യം വരുന്നത്? ഞാൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ട് ജ്യോതിഷം അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ 1, 2, 7, 8 എന്നുള്ള ആ ഭാവത്തിന്റെ ആ നമ്പർ. 1ാം ഭാവം എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ലഗ്നം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ 2 എന്ന് പറയുന്നതാണ് നമുക്ക് വരണ കുടുംബം എന്നുള്ളത്. അപ്പൊ 1ഉം 2ഉം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ വിവാഹ ജീവിതത്തില്. അതേപോലെ തന്നെയാണ് 7ഉം 8ഉം. അപ്പൊ 7 എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്ണറാണ്. നമുക്ക് വരാൻ പോണ പാർട്ട്ണറെ അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് 7ാം ഭാവത്തിലൂടെയാണ്. 8 എന്ന് പറയുമ്പോൾ ആ പാർട്ട്ണറുടെ കുടുംബമാണ്, നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ ഹെൽത്താണ്. അപ്പൊ 8 എന്ന് പറയുന്നതിൽ 2 ഉണ്ട്, പാർട്ട്ണറുടെ ഫാമിലിയും പറയുന്നുണ്ട്, നമ്മുടെ ആരോഗ്യവും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 8. അതേപോലെ തന്നെ 2 എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഭവദ്ഭാവം എന്ന് പറഞ്ഞിട്ട് 7ൽ നിന്ന് 7 എന്ന് പറയുന്നത് ഇപ്പൊ മേട ലഗ്നാണെങ്കിൽ ഇവിടെ ഒരു ലഗ്നം മേടാണെന്ന് വിചാരിക്കുക, ഒരു ആൺകുട്ടിയുടെ ജാതകമാണ്. അപ്പൊ മേട ലഗ്നമാണ്. അപ്പൊ ഇവിടെ തുലാമാണ് 7 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ശ്രദ്ധിക്കണം? ഇതാണ് 1, ഇത് 2ആണ്, ഇത് 7ആയി, ഇത് 8ആയി. അപ്പൊ ഇങ്ങനെയാണല്ലോ ഭാവങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ 7 എന്ന് പറഞ്ഞു അവിടെ പാർട്ട്ണറായി, പാർട്ട്ണറുടെ കുടുംബം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇതാണ്. ഇതിൽ നിന്ന് ഇതാണ് ഭവദ്ഭാവം എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7 ഇവിടെ നിന്ന് തുടങ്ങണം. ഈ 7ൽ നിന്ന് ഇതെന്ന് പറയുന്നത് 8ാം ഭാവമായിട്ട് വരും.
അപ്പൊ എന്ത് സംഭവിക്കണു അവിടെ? 8 എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ആയുസിനെയും തീരുമാനിക്കും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ 1, 2, 7, 8 ഇത്രയും ഈ നമ്പറിന് വളരെ പ്രസിദ്ധി ഏതിൽ തോന്നണത്? വിവാഹ ജീവിതം എന്നുള്ളതിൽ തോന്നണത്. അപ്പോൾ ഈ ഏരിയാസിൽ, ഈ 4 ഏരിയാസിൽ, ഇതിപ്പോൾ മേട ലഗ്നം ആയതുകൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ ലഗ്നം എവിടെയാണെങ്കിലും അവിടെ 1, 2, 7, 8 പൊസിഷനിൽ കുജൻ വരണതിനെയാണ് എന്തെന്ന് പറയുന്നത്? കുജദോഷം, ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ചൊവ്വ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ചൊവ്വയുടെ കാരകത്വം എന്താണ്? അതിപ്പോൾ 1-ലാണെങ്കിലും 7-ലാണെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്? കുജൻ എന്ന് പറയുമ്പോൾ, ചൊവ്വ എന്ന് പറയുമ്പോൾ ആ ഒരു സ്പീഡും കോപവും അല്ലെ? അപ്പോൾ നന്നായിട്ടൊന്ന് നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ് കോപം അല്ലെ? ആ കോപമൊക്കെ കൂടുതലാവുമ്പോൾ, ഇപ്പൊ ഒരു കുജൻ മാത്രം നിന്നതുകൊണ്ട് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം വരിക എന്നൊക്കെയാ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ കുജൻ ഒരു മീന ലഗ്നാണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു മീന ലഗ്നത്തിന് ഇവിടെ കുജൻ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? 7-ാം ഭാവത്തില് കുജൻ വന്നിട്ട് അപ്പൊ വിവാഹം വൈകും എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല, വിവാഹം വൈകും എന്നുള്ളതല്ല. അപ്പൊ ഈ കുട്ടി ഇനി വേറെ ഏതെങ്കിലും ശുഭദൃഷ്ടിയൊക്കെ കുജന് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ബുധന്റെ വീടൊക്കെയാണ് കുജൻ ഇരിക്കുന്നത്. ബുധനും കുജൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടീം കൂടെയാണ്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതൊരു പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ ആ കുട്ടിക്ക് വരണ പാർട്ട്ണർ എന്ന് പറയുന്നത് 28-29 വയസ്സിൽ അല്ലെങ്കിൽ 30-ന് ശേഷം കല്യാണം ആവുള്ളൂ എന്നുള്ളതൊന്നും ഈ ജാതക പ്രകാരം പറയാനായിട്ട് സാധിക്കില്ല. ശരിയായിട്ടുള്ള പ്രായത്തിൽ തന്നെ വിവാഹമെല്ലാം നടക്കാം. പക്ഷെ എന്താണ് അവിടെ ഒരു ഡ്രോബാക്ക്? തീർച്ചയായിട്ടും ഈ കുജൻ കൊണ്ടുവരുന്നത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പാർട്ട്ണറെ ആയിട്ട് ലഭിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ പെൺകുട്ടിക്ക് നല്ല ആഗ്രഹമായിരിക്കും കുറച്ചൊന്ന് ട്രാവൽ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ വരാണ ഓപ്പോസിറ്റായിട്ട് വന്ന ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ആൾക്കൊരു താല്പര്യം ഇല്ലാതെ ജോലി, വീട് എന്ന് മാത്രം നിശ്ചയിച്ചിട്ട് പോണ ഒരാളായിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരില്ലേ? ഇത്രയൊക്കെയാണ് ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ ഒരു മിസ്മാച്ച് വരും എന്നുള്ളതാണ് ഈ ചൊവ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചൊവ്വ ദോഷമാണ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിച്ച ലെവലിലേക്ക്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. എന്തുകൊണ്ടായിരിക്കും ഒരാൾക്ക് 1, 2, 7, 8 ഇങ്ങനെ ഭാവബന്ധങ്ങൾ വരുന്നത്? നമ്മൾ പൂർവ്വജന്മം ചെയ്തിട്ടുള്ള നമ്മുടെ കടമാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലൂടെ അത് വീട്ടിൽ പോവുക എന്നുള്ളതേ അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല പ്രവണതയല്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ദേഷ്യം എന്നുള്ളത് കൺട്രോളിൽ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ജാതകം വരുമ്പോൾ ദേഷ്യം എന്നുള്ളത് കൺട്രോളിൽ വരിക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. വിവാഹത്തിന് മുമ്പ് ഇതുപോലെ ഗ്രഹ കോമ്പിനേഷൻ, കുറച്ച് പാപബന്ധമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ജീവിതത്തിൽ വേണ്ടി വരും. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ജ്യോതിഷം നമുക്ക് തരുന്നത്. ഇതാണ് കുജനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രാഹു കേതു ദോഷം. അപ്പൊ ഈ രാഹു കേതു ദോഷം എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. 1, 2, 7, 8 രാഹു കേതു വരികയാണ്. അപ്പൊ 1 രാഹു ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് 7 ആരുണ്ടാവും? കേതു ഉണ്ടാവും. അപ്പൊ ഈ 2-ാം ഭാവത്തിലാണെങ്കിലും 8-ാം ഭാവത്തിലും ഈ കോമ്പിനേഷൻ വരികയാണെങ്കിൽ രാഹു കേതു ദോഷം, സർപ്പദോഷം എന്നൊക്കെ പറയും. അപ്പൊ അതിൽ ധാരാളം പോയിന്റ്സുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വന്നത് കൊണ്ട് മാത്രം ഇപ്പൊ ഒരു ജാതകം മിഥുന ലഗ്നാണെന്ന് വിചാരിക്കാം. ഇവിടെ സർപ്പം ഉണ്ടെങ്കിൽ ഇവിടെ ആരുണ്ടാവും? ശിഖി ഉണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ മിഥുന ലഗ്ന ജാതകം കേതു ലഗ്നത്തിലുണ്ട്, രാഹു വന്നിട്ട് 7-ാം ഭാവത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജാതകം കാണുമ്പോഴും ഇവർക്കും സർപ്പദോഷം ഉണ്ട്, വിവാഹം വൈകും, വളരെ സ്ലോ ആയിട്ട് വിവാഹം കഴിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഇൻസ്ട്രക്ഷന് പുറമെ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 പേർക്കും ഇതുപോലെ നോക്കിയിട്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ രാഹു കേതു ദശ വരാതിരുന്നാല് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 25 വയസ്സിന് മുമ്പ് തന്നെ, ഇപ്പൊ 25 വയസ്സിന് ശേഷമൊക്കെ അല്ലേ നമ്മൾ വിവാഹം ഇപ്പോ നോക്കാറുള്ളൂ അല്ലെ? പഴയ കാലമല്ലല്ലോ. 16-17 വയസ്സ് എന്നുള്ളതൊക്കെ പോയി. ഇപ്പൊ 25 വയസ്സിന് കൂടെ റെഡി അല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ രാഹു കേതുവിന്റെ ഇതുണ്ടെങ്കിൽ, യോഗം വരുന്നുണ്ടെങ്കിൽ, ലഗ്നവുമായിട്ടോ 7-ാം ഭാവമായിട്ട് ബന്ധം വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ദശ വരാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഒരു പക്ഷേ 25 വയസ്സിന് മുമ്പിൽ ആ ദശ കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമാണ്, ചിലപ്പോൾ ദശ എന്ന് പറയുന്നത് 80-ഓ 90-നോ ശേഷമാണ് ദശ വരുന്നത് എങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത്, ഈ ജാതക പ്രകാരം നിൽക്കുന്നത്, രാഹു നിൽക്കുന്നത് ഇവിടെയാണ്, ഗുരു നിൽക്കണമെന്ന് വിചാരിക്കുക. രാഹു എന്ന് പറയുന്നത് ഛായാഗ്രഹമാണ്. രാഹുവിനും കേതുവിനും പ്രത്യേകിച്ച് ഒരു സ്വഭാവവും അവർക്കായിട്ട് പറഞ്ഞിട്ടില്ല, അവർക്കൊരു ഹൗസും ഇല്ല അല്ലെ?
രാശികളിൽ ഏതെങ്കിലും രാഹുവിന്റെ വീടാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? കേതുവിന്റെയും ഇല്ല. അപ്പോൾ രാഹു ഏത് പ്ലേസിലാണോ ഇരിക്കുന്നത് അവിടെയാണ് അതിന്റെ സ്വഭാവമാണ് കാണിക്കുക രാഹു. അപ്പൊ ഇവിടെ രാഹു സ്വഭാവം കാണിക്കുന്നത് ആരുടെയാണ്? ഗുരുവിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പൊ ഗുരു എന്ന് പറയുന്നത് ഇവിടെ സ്വക്ഷേത്ര ബലവാനാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ശുക്രനും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ശുക്രന്റെ ദൃഷ്ടിയും ആർക്ക് വന്നിട്ടുണ്ട്? രാഹുവിന് വന്നിട്ടുണ്ട്. അങ്ങനെ പാപനായിട്ടുള്ള രാഹുവിന് ശുഭബന്ധം വരികയാണെങ്കിൽ, രാഹുദശ തന്നെ വരികയാണെങ്കിലും എന്ത് സംഭവിക്കുന്നില്ല? വിവാഹം എന്നുള്ളതിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ശുക്രനും രാഹുവും ഒക്കെ ആയിട്ടുള്ള ബന്ധം വരുമ്പോൾ എന്താ ഒരു പ്രശ്നം? രാഹു കേതുക്കളാണെങ്കിലും എന്താണ് അവിടെ ഈ 1, 2, 7, 8 ഭാവമായിട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അന്യജാതി അന്യമതം എന്നുള്ള ഒരു അല്ലെ, ഒന്നുകിൽ തമിഴ്നാട്ടിലുള്ള മലയാളിയാണെങ്കിൽ ഒരു തമിഴനെ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചാബിയിലുള്ളവരെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശം തന്നെ പറയുന്നുണ്ട് അല്ലെ, ഫോറിനേഴ്സ് ആരെങ്കിലും മരിച്ച്, ഇങ്ങനെ അന്യജാതി മതം എന്നുള്ളതിലേക്ക് മാറുന്നു. അത് അതിന്റെ പാപത്വത്തിനനുസരിച്ചിട്ടാണ് അതുപോലെയുള്ള കാര്യങ്ങൾ വരിക എന്നുകൂടെ ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് ഈ രാഹു കേതു ദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്തെല്ലാം സൊല്യൂഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതൊരു പാപജാതകം ആണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഏകദേശം ഈ രാഹു കേതുവിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒരുപാട് ലോങ് ആയി പോവാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഇനി ആൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? ശുക്രനെയാണ്. കാരണം എന്താണ്? ശുക്രൻ എന്ന് പറയുന്നതാണ് ശുക്ലം സെമൻ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പൊ ആൺകുട്ടിയുടെ കാര്യത്തില് എന്ത് ശ്രദ്ധിക്കണം? ഈ ശുക്രൻ എന്ന് പറയുന്നത് 3, 8 ഭാവങ്ങളാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ 6, 8, 12 മറഞ്ഞ സ്ഥാനം എന്ന് പറയുമെങ്കിലും ശുക്രന് 12 മറവില്ല. വളരെ നല്ലതാണ്. കാരണം ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഭാവമാണ് 12ാം ഭാവം. അപ്പൊ 12ലൊക്കെ ശുക്രൻ വരിക എന്ന് പറയുന്നത് ഒരിക്കലും മറഞ്ഞു നിൽക്കുകയല്ല, നല്ല ദാമ്പത്യ സുഖം ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രണയകാരകൻ കാമകാരകൻ എന്നൊക്കെ ഉള്ളത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പൊതുവായിട്ട് പറയുന്നത് ശുക്രനെ തന്നെയാണ്. എങ്കിലും അതിന്റെ കാരകത്വം വരുന്നത്, ശുക്ലം എന്നുള്ള കാരകത്വം വരുന്നത് ശുക്രനായതുകൊണ്ട് ശുക്രനെയാണ് ആൺകുട്ടികളുടെ ജാതകത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ശുക്രന് മറഞ്ഞ സ്ഥാനം എന്ന് പറയുന്നത് 3, 8 ഭാവങ്ങളാണ്. അപ്പൊ ഈ 3, 8 എന്ത് ചെയ്യരുത്? ശുക്രൻ മറഞ്ഞു പോകുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ശുക്രന്റെ ഫലത്തിനനുസരിച്ച് ശുക്രൻ ഉച്ചനാണോ, സ്വക്ഷേത്ര ബലവാനാണോ, ശുഭദൃഷ്ടി വാങ്ങിയിട്ടുള്ള ശുക്രനാണോ, ഇതിനനുസരിച്ചാണ് നല്ലൊരു പാർട്ട്ണറെ അവർക്ക് ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കുജന്റെ കാര്യമാണ് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്. കാരണം അണ്ടം എന്ന് പറയുന്നത്, ഓവ്യം എന്ന് പറയുന്നത് ഏത് കാരകത്വമാണ്? ചൊവ്വയുടെ കാരകത്വമാണ്. അപ്പൊ ഒരു പെൺകുട്ടിയുടെ ജാതകത്തിലാണെങ്കിൽ ഒരിക്കലും എന്ത് പാപബന്ധം വരാൻ പാടില്ല. ഏത് ഗ്രഹത്തിനാണ് പാപബന്ധം വരാൻ പാടാത്തത്? കുജനാണ്. അപ്പൊ കുജൻ ഒരു നല്ല പ്ലേസ്മെന്റിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു പാർട്ട്ണറെ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കുജൻ എന്ന് പറയുന്നത് ഒരു പാപഗ്രഹമായതുകൊണ്ട് അത് സ്വക്ഷേത്ര ബലവാൻ. നമുക്ക് സാധാരണ രീതിയിൽ കുജൻ എങ്ങനെയൊക്കെയാ ബലപ്പെടുക? സ്വക്ഷേത്ര ബലവാനാവാം, ഉച്ചത്തിൽ നിൽക്കുന്നതാവാം, ദിഗ്ബലം ചെയ്യാം. സാധാരണ രീതിയിൽ പാപഗ്രഹങ്ങൾക്ക് നമ്മൾ പറയാറുള്ളത് സ്ഥാനഫലം ഓക്കെയാണ്. ഈ സ്ഥാനഫലത്തില് ദിഗ്ബലം എന്ന് പറയുന്നത് ഓക്കെയാണ്. സ്ഥാനഫലത്തിനേക്കാളും നല്ലത് എന്ന് പറയുന്നത് ദിഗ്ബലം ചെയ്ത് നിൽക്കുക. അപ്പൊ കുജന് ദിഗ്ബലം എന്ന് പറയുന്നത് 10ാം ഭാവത്തിലാണ്. അപ്പൊ 10ാം ഭാവത്തിലൊക്കെ കുജൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല പാർട്ട്ണറെ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉച്ചം എന്നുള്ളതുണ്ട്, സ്വക്ഷേത്രം എന്നുള്ളതും ഉണ്ട്. പക്ഷെ എങ്കിലും അവിടെ കുജൻ ഒരു പാപഗ്രഹം ആയതുകൊണ്ട് ചില സമയത്ത് എന്ത് സംഭവിക്കാറുണ്ട് എന്ന് വെച്ചാൽ, ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് വിവാഹമൊക്കെ സാധാരണ രീതിയിലൊക്കെ നടന്നു പോകും. പക്ഷെ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിലൊരു പ്രശ്നം, അവരെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരും. പാപഗ്രഹമല്ലേ, അപ്പൊ പാപഗ്രഹം ശുഭപ്പെടുക എന്ന് പറയുന്നത്, ബലപ്പെടുക എന്ന് പറയുന്നത് ചില രീതിയിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതാണ് ആ ഒരു എന്താ വരിക എന്ന് വെച്ചാൽ, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അക്കോമഡേഷൻ ആണ് അവിടെ വേണ്ടത്, അഡ്ജസ്റ്റ്മെന്റ് അല്ല. അക്കോമഡേറ്റ് ആയിട്ട് പോകണം എന്നുള്ളതാണ് വരേണ്ടത്. അപ്പൊ അതിൽ കുറച്ച് ഒരു പ്രശ്നം ഈ കുജനെ പോലെയുള്ള ഗ്രഹം ഫലവാനായിട്ടുണ്ടാവുമ്പോൾ സാധ്യത കൂടുതലാണ്. അപ്പൊ എങ്കിലും അവിടെ എന്താണ് ഏറ്റവും നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുജന സ്ഥാനഫലം ദിഗ്ബലം വരുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗുരു എന്ന് പറയുന്നത് കുജന്റെ ഫ്രണ്ടാണ്. അതുപോലെ ചന്ദ്രനുമായിട്ടുള്ള നല്ല ദൃഷ്ടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പക്ഷഫലമുള്ള ചന്ദ്രന്റെ
ദൃഷ്ടിയോ അതുപോലെ ഗുരുവിൻ്റെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ നമ്മുടെ ജാതകത്തിൽ, പെൺകുട്ടികളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ലൈഫ് ലോങ് അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പാർട്ട്ണറായിട്ടായിരിക്കും അവർക്ക് വരിക എന്നുള്ളത് നമുക്ക് ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കുറച്ച് വിഷയങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.